അതിനിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അർജുന്റേതെന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ ഒരു അസ്ഥി അത് കണ്ടെത്തിയിരിക്കുന്നു. അത് കണ്ടെത്തിയത് മനുഷ്യ ശരീരത്തിലെ അസ്ഥിയാണെന്നുള്ള സംശയങ്ങളാണ് ബലപ്പെടുന്നത്. ആ അസ്ഥി അതിപ്പോൾ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അർജുന്റേതാണോ അല്ലെങ്കിൽ കാണാതായ മറ്റു 2 പേരുടേതാണോ എന്നുള്ള സംശയങ്ങൾ ബലപ്പെടുന്നു. അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായി DNA പരിശോധനാ ഫലം വരണം. കയ്യിലെ അസ്ഥിയാണോ ലഭിച്ചിരിക്കുന്നതെന്നുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. എന്തായാലും അതിനിർണായകമായ കാര്യം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നുമായി നടന്ന തിരച്ചിൽ നമുക്ക് നിരാശ മാത്രമേ നൽകിയുള്ളൂ. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടുകൂടി വീണ്ടും ഒരു പ്രതീക്ഷ വരികയാണ്. അർജുനായുള്ള തിരച്ചിൽ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനിർണായകമായ വിവരങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. ഇപ്പോഴിതാ ഒരു മനുഷ്യന്റേതിന് സമാനമായ ഒരു അസ്ഥി ലഭിച്ചിരിക്കുന്നു. അത് കൈയുടെ അസ്ഥിയാണെന്നുള്ള സംശയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി ബൈജു, ഇന്ന് നമ്മളേറെ വേദനിപ്പിച്ചത് അപമാനിതനായി താൻ പോവുകയാണ് എന്ന ഈശ്വർ മൽപ്പയുടെ വാക്കുകളാണ്. പക്ഷേ വൈകുന്നേരത്തോടുകൂടി അസ്ഥി കണ്ടെത്തുന്നു. നാളെ ഏറ്റവും പ്രധാനമായി മേജർ ജനറൽ ഇന്ദ്രപാൽ അദ്ദേഹം നേരിട്ടെത്തുന്നു പരിശോധനയ്ക്ക്. അതിനുമപ്പുറം മൽപ്പെ വീണ്ടും തിരച്ചിലിനായി എത്തുന്നു എന്നത് വലിയ രീതിയിൽ നമുക്ക് ഊർജം പകരുന്നതാണ്, ഒപ്പം വലിയ പ്രതീക്ഷകൾ പകരുന്നതാണ്. അല്ലേ ബൈജു? തീർച്ചയായും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ 3ാം ദൌത്യം തുടങ്ങുമ്പോൾ ഏകോപനത്തിന്റെ വലിയ കുറവ് നമ്മൾ അവിടെ കാണാമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇതിന് ഏകോപനം നടത്താൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ജില്ലാ കളക്ടർ ഇന്ന് ഈ സ്ഥലത്ത് എത്തുക പോലും ചെയ്യാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് ഈ ഏകോപനത്തിന് നേതൃത്വം നൽകാൻ ഏറ്റവും അവസാനം വൈകിട്ടാകുമ്പോഴാണ് കാർവാർ MLA സതീഷ് സെയിൻ എത്തിയത്. എന്തായാലും ഇന്നലെയും വലിയ തോതിലുള്ള ഏകോപനത്തിന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അത് നാളെ ഇന്ദ്രപാൽ അദ്ദേഹം എത്തുന്നതോടുകൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുമപ്പുറം ഈ ഈശ്വർ മൽപ്പെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈശ്വർ മൽപ്പയെ കൂടി നാളെ അനുമതി നൽകുന്നതോടുകൂടി പൂർണ്ണ തോതിലുള്ള ഒരു തെരച്ചിൽ ഉണ്ടാകും. അത് തന്നെയാണ് കുടുംബവും ഒപ്പം ഇവിടെയുള്ള മുഴുവൻ ആളുകളും ഈ കാത്തിരിക്കുന്നതും. അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ നടത്തണം. ഏതെങ്കിലും തരത്തിൽ ഒരു വിവാദത്തിനോ അതല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു സമയമല്ല ഇത്. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ അർജുനെ കണ്ടെത്തണം. കാരണം കാലാവസ്ഥ ഏത് സമയത്തും മാറി മറിയാം. അതാണ് ശിവൂരിന്റെ ഒരു പ്രത്യേകത. കഴിഞ്ഞ 2 മാസമായി നമ്മൾ ഇവിടെ റിപ്പോർട്ടിങ്ങിന് എത്തുന്നതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം. ഇപ്പോഴും ഇന്ന് അല്പസമയം മുമ്പ് നല്ല മഴയായിരുന്നു ഈ പ്രദേശത്ത്. ഇപ്പോഴും ചെറിയ തോതിലുള്ള മഴയുണ്ട്. ഇന്ന് രാവിലെയും മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ഇടവിട്ട് ഇങ്ങനെ മഴ വരുന്നത് അത് വലിയ ആശങ്ക ഉണ്ടാക്കും. ഗംഗാവലി പുഴ നമുക്കറിയാം, പല ഈ കൊങ്കൺ മേഖലകളിൽ നിന്നുള്ള പല നദികളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ എത്തുന്നത് ഗംഗാവലി പുഴയിലാണ്. പിന്നീട് അടിമുഖത്തെത്തി കടലിലേക്ക് ചേരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ഗംഗാവലി പുഴയിൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല 5.5 മീറ്റർ മാത്രം ആഴത്തിലെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കാൻ സാധിക്കൂ. അനുകൂലമായ ഈ കാലാവസ്ഥ പരമാവധി പ്രയോജനപ്പെടുത്തി ഈ മണ്ണ് നീക്കം ചെയ്യേണ്ട ഒരു സമയത്താണ്. ഏതായാലും ഏകോപനത്തിനായി നാളെ ആളുകൾ ഉണ്ടാവുന്നു, കൂടുതൽ സംഘങ്ങൾ ഉണ്ടാവുന്നു എന്ന് തന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം. അതിനുമപ്പുറം വളരെ നിർണായകമായ ആ വിവരം, ഈ ഒരു മനുഷ്യന് സമാനമായ ഒരു അസ്ഥി ലഭിച്ചു എന്നത് തന്നെയാണ്. അത് ന്യൂസ് 18 തന്നെ അതും പ്രേക്ഷകർക്ക് മുന്നിൽ ആദ്യം എത്തിക്കാൻ കഴിഞ്ഞു. ഏതായാലും ഇവിടുത്തെ വിവരങ്ങൾ കൃത്യമായി അത് ദൃശ്യങ്ങൾ സഹിതം ന്യൂസ് 18 പുറത്തുവിടാൻ കഴിഞ്ഞു. അത് ലോറി കണ്ടെത്തിയെന്ന് നമ്മൾ അന്ന് പറഞ്ഞ അതേ സ്ഥലത്തു നിന്നാണ് ഈ അസ്ഥി ലഭിച്ചതെന്നാണ് ഏറ്റവും പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അർജുനേതാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഏതായാലും DNA പരിശോധന ഫലം വന്നാൽ മാത്രമേ ഇതിനൊരു സ്ഥിരീകരണം നമുക്ക് നൽകാൻ സാധിക്കൂ. അതാണ് വളരെ പ്രധാനപ്പെട്ട